നിത്യജീവന്റെ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. ഞങ്ങൾ കണ്ട് വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? എന്താണ് നീ പ്രവർത്തിക്കുക? കർത്താവ് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എന്നെ ഭക്ഷിക്കുന്നവൻ നിത്യമായും മരിക്കുകയില്ല. ജീവനെ തന്നെ അപ്പമാക്കി നൽകിയ ഒരു ദൈവത്തിൻ്റെ കഥ. ഭക്ഷിക്കുവാനുള്ള ഏറ്റവും വലിയ സത്യത്തിൻ്റെ പേരാണ് ജീവൻ. ഭക്ഷിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സത്യത്തിൻ്റെ കാരണവും ജീവൻ തന്നെയാണ്. ഈ ഭൂമിയിലുള്ള എല്ലാ അപ്പത്തിൻ്റെയും സത്യം ജീവൻ നിലനിർത്തുക എന്നതാണ്. എന്നാൽ കർത്താവായ യേശുനാഥൻ നൽകിയ അപ്പത്തിൻ്റെ സത്യം ജീവൻ പകർന്നേകുക എന്നതാണ്. അപ്പത്തിൻ്റെ 2 സത്യങ്ങൾ ഇതാണ്. ഒന്ന്, ജീവൻ നിലനിർത്തുക, അത് ഉദരത്തിൻ്റെ വിശപ്പാണ്. 2, ജീവൻ പകർന്നേകുക, അത് സ്നേഹത്തിൻ്റെ നിറവുമാണ്. കണ്ടു വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? എന്താണ് നീ പ്രവർത്തിക്കുക? യേശുനാഥൻ നൽകിയ അടയാളം നിത്യതയുടെ അപ്പവും പ്രവൃത്തി നിത്യജീവനുമാണ്. രണ്ടാമതായി, ആകാശത്തു നിന്നുള്ള അപ്പവും സ്വർഗത്തിൽ നിന്നുള്ള അപ്പവും. എൻ്റെ സന്തോഷങ്ങളെ സംതൃപ്തിയാക്കാനുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകളെ ആകാശത്ത് നിന്നുള്ള മന്നാനുഭവമായി നമുക്ക് മനസ്സിലാക്കുവാനും വ്യാഖ്യാനിക്കുവാനും സാധിക്കും. 2, എന്നാൽ ദൈവത്തിൻ്റെ സന്തോഷങ്ങളെ നമ്മിലൂടെ സംതൃപ്തമാക്കുവാൻ ദൈവം എനിക്ക് നൽകുന്ന സന്തോഷത്തിൻ്റെ സമ്പൂർണതയാണ് നിത്യജീവൻ്റെ അപ്പം. ദൈവമേ, ഞാൻ ഇപ്പോഴും നിൻ്റെ സന്തോഷങ്ങളെ സന്തോഷിപ്പിക്കുന്ന നിത്യതയോളം അവസാനിക്കാത്ത അപ്പത്തിനായി ജീവിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഞാനും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പവിത്രതയിലാണ് എനിക്ക് നിത്യതയോളം നിലനിൽക്കുന്ന അപ്പത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്. 3, സന്തോഷവും സമ്പൂർണതയും നാം അന്വേഷിക്കേണ്ടത് എവിടെ, എന്തിന്? ക്രിസ്തു എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് അവരുടെ വ്യർത്ഥത. ക്രിസ്തു ചെയ്തത് എന്താണെന്ന് അവർ തിരിച്ചറിയാതെ പോയതാണ് ഏറ്റവും വലിയ അവരുടെ പരാധീനത. ക്രിസ്തു അവരെ ക്ഷണിക്കുന്നു, എന്നാൽ നിർബന്ധിക്കുന്നില്ല. തൻ്റെ വിശ്വാസത്തിലേക്ക് നിത്യതയുടെ സമ്മാനത്തിനായി കർത്താവ് അവരെ ക്ഷണിക്കുന്നുണ്ട്. ക്രിസ്തു തന്നെയാണ് നിത്യതയുടെ അടയാളം. യേശു പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന യഥാർത്ഥമായ അപ്പം ഞാൻ തന്നെയാണ്. വചനത്തിന് ജീവൻ നൽകുന്ന ക്രിസ്തുവാണ് ജീവൻ്റെ അപ്പം, വചനം മാംസമായ ദൈവം. ക്രിസ്തു എനിക്ക് ജീവൻ്റെ അപ്പമാണോ എന്ന സ്വയം ചോദ്യമാണ് ഈ വചനത്തെ നമ്മുടെ സ്വന്തമാക്കി തീർക്കുന്ന ഏറ്റവും വലിയ ചോദ്യം. ഓരോ ദിനവും ഞാൻ ജീവനായി മാറുവാനുള്ള അപ്പം അത് ക്രിസ്തു തന്നെയാണ്. ഞാൻ ഉൾച്ചേർന്നിരിക്കേണ്ട അപ്പമാണ് ക്രിസ്തു. ഞാൻ ക്രിസ്തുവിൻ്റെ ഭാഗമായി മാറാൻ, ക്രിസ്തു എനിക്കായി ഭക്ഷണമായി തീരുവാൻ, സ്വയം അപ്പമായി മാറാൻ മനസ്സാകുന്നു എന്നതാണ് ഏറ്റവും വലിയ ദൈവീക രഹസ്യം. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെതായി മാറുവാൻ, ക്രിസ്തു എനിക്കായി അപ്പമായി തീരുമ്പോൾ ആ അപ്പത്തിൻ്റെ ഭാഗമായി മാറുവാൻ നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ സന്തോഷത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, ജീവൻ്റെ, സ്നേഹത്തിൻ്റെ, രക്ഷയുടെ, വിശ്വാസത്തിൻ്റെ ഒക്കെ കാരണവും സാക്ഷ്യവുമായി മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.